Drop set ആട്ടാ. Come on. Okay, Joel, okay, stop it. 6, 7, easy. 8, 9, easy. നാളെ സമയത്തിന് പണിക്കും കയറണം. അടിക്കടാ. Last step. Easy. കഴിഞ്ഞു. എണീക്കുവിൻ. Hey guys, welcome to my new video. അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, മീൻസ് ജിം കണ്ടൻറ്റിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മാക്സ് ഫിറ്റിൽ വെച്ചിട്ടാണ്, നമ്മുടെ ജിമ്മിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊരു ലെഗ് ഡേ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചലഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ്, അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഉടനെ എന്തായാലും ചലഞ്ച് വീഡിയോ ഉണ്ടാവും, ഓൾ ജിം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഗ് ഡേ ആണ്. ലെഗ് ഡേ മീൻസ് ഞാൻ തനിച്ചുള്ള ലെഗ് ഡേ അല്ല, നമ്മുടെ കൂടെ സിനാനുണ്ട്. സിനാനെ ഞാൻ ഇപ്പോൾ ജിമ്മിലേക്ക് പോയി കഴിഞ്ഞിട്ട് സിനാനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സിനാൻ ഒരു കോമ്പറ്റീഷൻ പ്രപ്പാണ്, ഓൾറെഡി 2-3 മെഡൽ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ചെക്കനാണ്. നമ്മുടെ ജിമ്മിലൊരു ഹൾക്ക് എന്നൊക്കെ പറയാം, മീൻസ് നല്ല ബോഡിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തിനാണ്. അപ്പോൾ സിനാനുമായിട്ടാണ് ഇന്ന് ലെഗ് വർക്കൗട്ട്. നോർമലി അവൻ്റെ കൂടെ മിക്ക ആളുകളും ജിം വർക്കൗട്ട് ചെയ്തിട്ട് മീൻസ് ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ടഫാണ് അവൻ്റെ കൂടെ ചെയ്യാനായിട്ട്, അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു ലെഗ് വർക്കൗട്ട് ചെയ്താലോ എന്ന് സിനാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വ്ളോഗ് ചെയ്യണോടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊരു ലെഗ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, അവൻ എന്നെ കൊല്ലും മിക്കവാറും. എന്തായാലും നമുക്ക് ഇന്ന് ലെഗ് വർക്കൗട്ട് സിനാനുമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇനി ജിമ്മിലേക്ക് പോകണം. ജിമ്മിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ജിം ബാഗ് കുറച്ച് പാക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഫോണൊന്ന് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന് ഇത് ട്രൈപോഡ്, അതുപോലെ മൈക്ക്, കാരണം ജിമ്മാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. അതുകൊണ്ട് പിന്നെ ടവല്, പിന്നെ ക്രിയാറ്റിൻ ഉണ്ട്. GNCയുടെ ആണ് നിലവിൽ. ഇപ്പം GNCയുടെ ഒരു ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ്. അപ്പം GNCയുടെ ക്രിയാറ്റിൻ ഉണ്ട്. പിന്നെ കാപ്സ് ലോഡ് ചെയ്യണം, സ്ട്രെങ്ത്ത്, കാരണം എനർജി ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് കാപ്സ് ലോഡ് ചെയ്യണം. അപ്പോൾ ബ്രെഡും ബനാനയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിലവിൽ കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഇതാണ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകണം. ഏകദേശം നൈറ്റ് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുക, കാരണം മ്യൂസിക്കിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതല്ല അവൻ അവിടെ ട്രെയിനറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവനാണെങ്കിലും ഈ സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓൾറെഡി ക്ലയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കുറച്ചൊരു 9 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ ലെഗ് ഡേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സൂപ്പറാക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ജിമ്മ്. ഈ മുകളിൽ ഈ 2 ഏരിയയിലായിട്ടാണ് കാണുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. നമുക്കപ്പോൾ എന്തായാലും ജിമ്മിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. മാച്ച് ഫിറ്റിൽ. ഇത് നമ്മുടെ മാച്ച് ഫിറ്റിൻ്റെ തന്നെ ഒരു പോർഷനാണ്. മീൻസ് മുമ്പ് നമുക്ക് ഇവിടെ ആയിരുന്നു ഫുള്ള് ജിം എന്ന് പറയുന്നത് ഫുൾ ഏരിയ ഇതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വാമപ്പ് ഏരിയ ആണ്. മേലെയാണ് നമ്മുടെ മെയിൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വർക്കൗട്ട് നമ്മുടെ സിനാനുമായിട്ടാണ്. ഇതാണ് നമ്മുടെ ഹൾക്ക്. ഓക്കെ, ആളുകളുടെ വർക്കൗട്ട്. പിന്നെ നമ്മുടെ മാസ്റ്റർ. ഓക്കെ, വേണുണ്ടൻ. അപ്പോൾ ആളാണ് നമ്മളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ടിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ട്രെച്ചിങ് ആണ് കേട്ടോ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സ്ട്രെച്ച്. ഓക്കെ, ഇവിടെ നല്ല കിട്ടുന്നുണ്ടല്ലേ, നല്ല സ്ട്രെച്ചിങ് ഉണ്ട്. നല്ല സ്ട്രെച്ചിങ് ഉണ്ട് ഇവിടെ. അല്ലേ സ്ട്രെച്ചിങ്. കറക്റ്റല്ലേ? നീ മൊത്തം എത്ര വർക്കൗട്ട് വരുന്നുണ്ട്? 5 വർക്കൗട്ട്. ഏതൊക്കെയാ? സ്ക്വാട്ട്, ലെഗ് പ്രസ്, ലഞ്ചസ്, സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്യാം, പിന്നെ ബാക്കുകൾ, കാഫ്. ഓക്കെ, ഏകദേശം ഒരു 5-6 വർക്കൗട്ട് വരുന്നുണ്ട്. ലെഗ് രണ്ടും കൂടി ചെയ്യില്ല. ഇവന്റെ ലെഗ് വർക്കൗട്ട് എങ്ങനെയാണോ അത് ചെയ്യാൻ.
ആദ്യം ഇവിടെ ഫ്രണ്ട് സ്കോട്ട് ചെയ്യാം, നോർമൽ സ്കോട്ട് ചെയ്യാം, സ്കോട്ട് ചെയ്യാം. then ഫ്രണ്ട് സ്കോട്ട് ചെയ്യാം. ഫ്രണ്ട് നമ്മൾ ഫ്രണ്ട് സ്കോട്ട് ചെയ്യാം, then ലെഗ് പ്രസ് ചെയ്യാം, അതിനുശേഷം ഹാക്ക് സ്കോട്ട് ചെയ്യാം. ഞാൻ ഈ സാധനം ഞാൻ മെയിനായിട്ട് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ്. സ്കോട്ട് ചെയ്യാറുണ്ട്, ലെഗ് പ്രസ് അങ്ങനെയാണ് പോവാ. ഓക്കെ. അപ്പോൾ നമുക്കിനി മേലേക്ക് പോവാം, മെയിൻ ഏരിയയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഏരിയ. ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടേക്ക് പോവാം. തുടങ്ങല്ലേ? ഫസ്റ്റ് ഫ്രണ്ട് സ്കോട്ടില്ലേ ഒന്ന് വാം ചെയ്യാം. നോർമൽ ബാർ വെയിറ്റിൽ നമുക്ക് നല്ല പൊസിഷൻ കറക്റ്റാണ്, ഉണ്ടല്ലേ. ഓക്കെ, അടുത്ത സിനാൻ്റെ ടേൺ. ഓക്കെ, ആ ബെൻഡാണ്. ഓക്കെ. കറക്റ്റ് കിട്ടുള്ളൂ. 15 കിലോ വെച്ചിട്ട് 2 സൈഡിലും. അപ്പോൾ മൊത്തം ടോട്ടൽ 30 kg നമുക്ക് ലോഡ് ചെയ്യാം. ബാർ ഏകദേശം 15 വരുന്നുണ്ട്. ഒരു 45 kg. ഓക്കെ, ഇതിൽ എത്ര റപ്പാ? 15 റെപ്പ്. 50 റെപ്പ്. 15 റെപ്പാണ് നമ്മൾ ഫസ്റ്റ് 30 കിലോയിൽ കേട്ടോ. ഇങ്ങോട്ടല്ലേ ക്യാമറയിൽ കിട്ടില്ല. സ്പോട്ടിൽ തന്നെ സ്ട്രെച്ച് കൊടുക്കുന്നല്ലേ? സ്ട്രെച്ച് കൊടുത്തു. എങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തരാ? ബാക്കിലേക്ക് അല്ലേ? ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കുന്നതല്ലേ? എന്നല്ലേ? ആ, ഇവിടെ ഒരു ലോഡ് വരുന്നുണ്ട്. നമ്മൾ ഏത് മസിലാണെന്നുള്ളത് ആദ്യം നമ്മൾ എടുക്കണം, ഐഡിയ ഉണ്ടാവണം. ഐഡിയ ഉണ്ടാവണം. ഏത് ഭാഗത്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. മസിൽ മാത്രം ഫോക്കസ് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്യും, കറക്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ എഗെയിൻ 15 ലോഡിങ്ങുണ്ട്. ഏകദേശം 60 കിലോ 60 കിലോ ആയിട്ടുണ്ട്. ഇതിൽ 12 അല്ലേ? 12 റെപ്സ്. Come on. Good. Come on. Come on. Come on. Okay, come on. Okay, good. ഇപ്പൊ തന്നെ ഇരുന്ന് നല്ലുണ്ട്. ഇപ്പൊ തന്നെ അടുത്ത് ചോദിക്കാറ് പണം. ഓക്കെ, ചോദിക്കാറ് ആ പഠിക്കും. പോട്ടെ. ഞാൻ PR 130 കണ്ടാണ് സിമ്പിളായിട്ട് അടിക്കുന്നത്. ചിരിക്കണ്ട അടിച്ചോ. ഓക്കെ, എത്രയായപ്പോ? 80 കിലോയിട്ടുണ്ടല്ലേ? 80 കിലോ. ആ, 80 ബാറും കൂടെ 95 95 കിലോ. അപ്പോൾ നമുക്ക് 8 ഫോക്കസ് ചെയ്യാം. പോവുകയാണെങ്കിൽ 10 പോട്ടെ. ഓക്കെ, come on. തനിച്ചെന്തായാലും പോവില്ല. Okay, very safe. Okay. Okay, come on. Come on. Come on. Two, come on. 4 reps. Come on. Come on. 6. Come on. Balance it. ചത്ത് Come on. Come on. 7, come on, last one. Come on. Come on. Okay, good. Oh, that's up. Okay. ഇതല്ലോ ഇവിടെ തീർന്നു.
Okay, 1 പോട്ടെ 2 6 7 8 2 more 9 one more easy one more easy 10 okay set ഫസ്റ്റ് കടമ കഴിഞ്ഞിരിക്കും. ഓക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിപാടി കഴിഞ്ഞാൽ വെയിറ്റ് ഊരി വെക്കണം. ഓക്കെ ഇത് നമുക്ക് എവിടെ ആയിരിക്കും കിട്ടുക കറക്റ്റ്? കോർഡിനേറ്റ് അല്ലേ? ഓക്കെ ഫസ്റ്റ് നീ ചെയ്തോ. അല്ല ഞാൻ തന്നെ എന്നല്ലേ ആദ്യമായിട്ടായി വർക്കൗട്ട് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനല്ലേ? ഓക്കെ കുറച്ചുകൂടി ഇരിക്കണം അല്ലേ? സ്ട്രെച്ച് കിട്ടണല്ലേ? ഓക്കെ സ്ട്രെച്ച് കിട്ടണം. കറക്റ്റല്ലേ? ഇത് നല്ല മീനുണ്ട് കേട്ടോ. അല്ലേ തൈസിന് നല്ല സ്ട്രെച്ച് കൊടുത്തിട്ട്. ഓക്കെ ഗുഡ്. അങ്ങനെ തന്നെ. ലാസ്റ്റ് വൺ. ഓക്കെ ഗുഡ്. സ്റ്റോപ്പ് കാലൊക്കെ ഇപ്പഴേ വറച്ചു തുടങ്ങി. ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഹാക്സ് കോട്ടും കൂടി ഉണ്ട്. ഹാക്സ് കോട്ട്. ഓക്കെ ഓ ഇത് സീരിയസ്ലി നല്ല വർക്കൗട്ട് കേട്ടോ. ഇതുവരെ അറിയത്തില്ല. 2 3 40 one more ഓക്കെ 50. ഓക്കെ ഇതൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. ചെറിയ ബ്രേക്ക്. സാധാരണ ഞാൻ ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തെ ഒരെണ്ണം കഴിഞ്ഞിട്ട് നല്ല ഗ്യാപ്പ് ഇടും. ഇത് ഗ്യാപ്പ് കിട്ടുന്നില്ല കേട്ടോ. മൂന്നര എടുക്കേ. അടുത്ത 15 വരിക. എവിടെ വരും? ഈ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആകുന്ന അവിടെ കാലിന്റെ ജീവൻ ഫുള്ള് തീരും. അവസ്ഥയോ? അത് പിന്നെ ഹാക്സ് കോട്ട്. അത് ഇവിടുന്ന് ഓപ്പോസിറ്റ് അല്ലേ? അയ്യോ അവിടെ പടമാണ്. ഞാനൊന്നും ഒരു എക്സ്പ്രഷൻ പോലും ഇല്ല ഇത് ചെയ്യുമ്പോ. ഞാനൊക്കെ അവിടെ മരിച്ചു. ശീലായി. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇത്. ഓക്കെ Come on. 9, come on. 5 more. 2 more. Come on. Okay. Good. പിടിച്ചോ. Okay. ഇത് പക്ഷെ നല്ല കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ബെൽറ്റ് നല്ല സൈസ് നല്ല സ്ട്രെച്ചിങ് കൊടുത്ത് നല്ല ഫീൽ ഉണ്ടാവും. ഓക്കെ ഒന്ന് ബൈക്ക് എടുത്ത് വന്ന കാര്യമായി. നടന്നെല്ലാം പോകേണ്ട അവസ്ഥയായിരുന്നു. തോല മരിച്ച് അടുത്തേക്കൂടെ ആവുന്നത് ഫ്ലാറ്റ് ആവും. ഓക്കെ ചെയ്യാ. അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെ 15. അടുത്ത എത്ര? 17 ഇതല്ലേ? അങ്ങനെ. ഓക്കെ അടുത്ത ഓക്കെ 17.5. മൂന്നാമത്തെ സെറ്റ്. കാലില് കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴേ നല്ല കിട്ടുന്നുണ്ട്. കാലനക്കണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ചെയ്യുന്നതിനകത്ത് ലെഗിൽ ഇത് ആഡ് ചെയ്തിട്ടില്ല. ഇത് നല്ല വർക്കൗട്ടാട്ടാ. ഒരുപാടുണ്ടല്ലേ. നമ്മളെപ്പോഴും ചെയ്യുന്ന അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോരാ. ഇന്നത്തെ ആണ് ലെഗിടെ കറക്റ്റ്. ഇന്നറിയും നാളെ കറി.
അപ്പോൾ നമ്മുടെ 2 വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. 2 വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ലെഗ് പ്രസ്. ഓക്കെ, ഏതാ ലെഗ് പ്രസ്സാ? ലെഗ് പ്രസ് ആണ്. ഫസ്റ്റ് 100 kg ലോഡ് ചെയ്യുക. 40 ഫസ്റ്റ് 100 ലോഡ് ചെയ്യില്ലേ ലെഗ് പ്രസ്? 100 ലോഡ് ഇവിടെ ഒന്നും കിട്ടാ. ലെഗ് പ്രസ്. കം ഓൺ ഗൈസ്. ഫസ്റ്റ് ലെഗ് പ്രസ് 100 kg കേട്ടാ. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. ലെഗ് ഓവർ മെന്റലി. ഈ ലെവലിൽ എത്തിയാൽ പോരെ? ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഗുഡ്. അതാണ് താഴെ ഹോൾഡ് ചെയ്യണം അല്ലേ? Yes. Push. Come on. Okay. Good. Come on. 59. Okay. ഓക്കെ. സാധാരണ ഇത് നല്ല വെയിറ്റ് ചവിട്ടുന്നേ, പക്ഷെ മറ്റേ 2 ചെയ്ത് കഴിഞ്ഞിട്ടെ സ്കോട്ടും ആ അത് നല്ല കിട്ടിയിട്ടുണ്ട്. നല്ല എഫക്റ്റ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അയ്യോ Simple. ഏതാ? Okay. 170. കംപ്ലീറ്റ് ആയ? ഓക്കെ. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഓവർഹെഡ് കേബിൾ വർക്കൗട്ടിന്റെ മെയിൻ പാർട്ട് ഏതാണ്? നമ്മൾ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത സീനാണ് മെയിൻ ആയിട്ട് കണ്ടല്ലേ. വർക്കൗട്ടിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലാസ്റ്റ് റപ്പിൽ വരുന്ന സാധനമല്ലേ ഫെയിലിയർ. 100 നേരെ 150 കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ചവിട്ടുന്ന കറക്റ്റ് അല്ലേ? കാലിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലേ? ഓക്കെ. ലെഗിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലേ? ഓക്കെ ഗുഡ്. Good. 2. Okay. Come on, easy. Come on. 3. Come on, pushing. Slowly pushing. 4. Easy. Come on. 3 more. See. 10. 2 more. Okay. 1. Last one. Final touch. Come on, easy. Right. Come on. Good. ഒരു കാര്യം മനസ്സിലായി, ഫോം കറക്റ്റാക്കി ചെയ്താൽ മതി. റെഡിയാവും. പിന്നെ 3 വർക്കൗട്ടിന് ആവശ്യമുള്ളൂ. 7. Okay. 8. 4. 5. Good. ഓക്കെ. 20 guys. രണ്ടിടത്ത് കൂടെ 20 വരെ. ഒരു സൈഡ് 20 വേണ്ട. എനിക്ക് വയ്യ. 200 ആകണം. വേണ്ട. 150 ഞാൻ എൻ്റെ ആരൊക്കെയൊക്കെ കണ്ടു. അഗൈൻ നമ്മൾ 20 kg ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 170 കേട്ടോ. നോർമൽ എൻ്റെ PR 170 പക്ഷേ ഇവരുടെ കൂടെ ചെയ്തിട്ട് 170 എനിക്ക് പോകുന്നില്ല. നോക്കാം എന്താണെന്നുള്ള. ഓക്കെ. പിന്നെ എൻ്റെ PR എത്ര? ഇതിൻ്റെ 340. ഇവനൊന്നുമില്ല, ഇവന് ഇക്കളി ആവുന്നതൊക്കെ ഉണ്ടാവും. മൊത്തം 170 ഉണ്ട്. Light weight ആണോ? എനിക്കിത് ഹെവി വെയിറ്റ്. ഓക്കെ റെഡി സ്റ്റാർട്ട്. 1, 2, 3 start. Come on. Good. Light weight. Come on, easy. Good. Easy, man. Good. Come on. Easy. Come on. Come on. Good. 2. Easy. Yes. Come on.
7. ഇത് 7. Two more. Easy. Light weight. Come on. Easy. Come on. Last one easy. ഒരെണ്ണം കൂടി Come on, easy. Light weight. Come on. Finish your workout. How's it been? നരമ്പൊക്കെ പൊട്ടുന്നത് അടുത്തിൻ്റെ അവിടെ ഞാനൊരു 30 kg കൂടി ആഡ് ചെയ്തല്ലോ. അടി നന്നായിട്ട് അടിയത് എൻ്റെ കഴിഞ്ഞില്ല. ഇത് എത്ര ആണല്ലേ അടിയത്? മൊത്തം 200 ആക്കിയിട്ടുണ്ട്. 200. 3. Come on. 4. Easy man. Come on. ഇരിക്കാനൊന്നും വയ്യ, കാലൊക്കെ മുടക്കമുണ്ടല്ലോ. സ്വർഗമാണ് സ്വർഗം. കാല് മുടക്കാൻ പറ്റത്തില്ല, അതാണ് മെയിൻ പാർട്ട് കേട്ടോ ഇതിൻ്റെ. ക്യാമറാമാനെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറയ്ക്കുള്ളിലെ കരുത്ത്. ഓക്കെ ബ്രോ, പേര് ഇഷാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വ്ളോഗിൽ നമ്മളാ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ക്യാമറ ഇഷാമാണ്. ഓക്കെ, നമ്മളെ മെയിൻ കാണാം സെബിയിൽ. നമ്മുടെ സെബിയിലുണ്ട്. ഓക്കെ, സെബിയിൽ വർക്കൗട്ട് ആദ്യം എന്താ പവർ അടിക്കുന്നുണ്ടാ. ഇതിന്റെ പാർട്ണർ അബി. ഇത് അബി. ഓക്കെ, നമ്മൾ സത്യം പറഞ്ഞാൽ തിരക്ക് കുറഞ്ഞ ടൈം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ള രീതിയിലേ. അതായത് മാസ്റ്ററും നമ്മുടെ സിനാനും ഒക്കെ തിരക്കായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ടൈം സെലക്ട് ചെയ്തത്. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. എക്സ്റ്റൻഷൻ അല്ലേ? അടുത്ത ഡ്രോപ്പ് സെറ്റ് ആട്ടാ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഡ്രോപ്പ് സെറ്റ് ഒന്നും. 60. പക്ഷെ ഞാൻ സാധാരണ ഈ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് 60 പോകുമെന്ന് അറിയില്ല കേട്ടാ. കുറച്ച് വരിക. ഒരു ഫെയിലിയർ അല്ലേ? ഏതാണ്ട് 60 മതി. ശരി, പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഹൈറ്റും ഓരോ വെയിറ്റും നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് മാറ്റം വരില്ലേ? സീറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഫെയിലിയർ വർക്കൗട്ട് തെറ്റാ. ഓക്കെ, ഫീൽ വരില്ല നമുക്ക്. അതെ, നമ്മൾ നോക്കി ഇരിക്കുക, എന്നിട്ട് നോക്കിയിട്ട് നമ്മൾ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് മൂന്ന് പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് പലരും പല ഹൈറ്റും വെയിറ്റും ഓരോരുത്തർക്കും വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷനിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രോപ്പ് സെറ്റാണ് നമ്മൾ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അറിയില്ല എന്താണ് ഇതിൻ്റെ അനുഭവം. ഓക്കെ, കറക്റ്റല്ലേ? ആ, ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, 1 2 3 start. Okay, 1 Come on. 2 Come on. 3 4 easy 5 come on 6 7 8 9 10 11 12 13 14 15. Okay, stop. Come on. ഇതിനകത്ത് റെസ്റ്റ് ഇല്ലല്ലേ? Rest. Come on. See, unbelievable. Come Come on. on. 1 2 3 4 5 6 7 easy. Come on. 8 9 10. Come on. ഡ്രോപ്പ് സെറ്റ് വേണ്ട. Come on. Easy. Come on. നിങ്ങൾ എത്ര സെറ്റ് ചെയ്യണം? മെഷീൻ ചെയ്തു. Come on. Easy. 1 2 come on 3 come on 4 5 6 come on 7 8 9 last one 10. Okay, good. Come on. Come on. Continue drop set. Come on. Come on. Come on. Stop it. Come on. Easy. Come on. എത്ര ഫെയിലിയറാ? Failure. Come on. Failure. Ready? Come on. Come on. 2 3 4 5 6 come on 7 8 come on 9 easy 10 come on easy 11 good 12 13 good 14 15 come on 5 more 1 2 3 4 Come on. good ഇറങ്ങൂ. ഇറങ്ങും ഇറങ്ങട്ടെ. അതാണ് കാല് താഴെ വെക്കാൻ പറ്റും. അതാണ്
ഒന്ന് ഇറങ്ങിയാട്ടെ, ഒന്ന് ഇറങ്ങിയാട്ടെ. Come on, man. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് സെറ്റിംഗ് ഒന്ന് നടന്നേ. കാല് ഇറങ്ങി മുന്നോട്ട് വെക്കട്ടെ. കാലിനൊരു ജീവനില്ല ചേട്ടാ. ഭ്രമിച്ചു പോയോ? കാല് മടങ്ങുമ്പോ സീനാവുന്നുണ്ടോ? ഇത് കാല് മടക്കുമ്പോഴാണ് കാല് ആവത് കിട്ടാത്ത. കാല് മടക്കാൻ പറ്റുന്നില്ല. മടങ്ങട്ടെ. അവിടെ ഇരുന്ന് പോയില്ലേ കൊള്ളാട്ടാ. അങ്ങനെ ഇത് താഴെ ഇരിക്കണം അല്ലേ? ഓക്കെ. ആ അവിടെ കേട്ടെ. കേട്ടല്ലേ? മതി മതി. മതി. അവിടെ പോയി സംസാരിക്കാനുള്ള ആവുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഫസ്റ്റ് 70. വെള്ളം അവിടെ ഉണ്ടാ വെള്ളം എടുത്തേ. ഓക്കെ. ആവോ? Come on, Shenan, come on. Same work. Come on, come on. Same work with the leg. സെയിം തന്നെ ചെയ്യാം. 70 ആണോ? 70. Okay, ചെയ്യണം. Okay, അല്ലേ? Ready? Start. Come on. 1, 2, 12, 13, 14. നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ മാസ്റ്റർമാരുടെ കൂടെ പണിയെടുത്ത് ഇങ്ങനെയൊക്കെ ആവുന്നു. കിടക്കാൻ ഓക്കെ, ഗുഡ്. 2, 3. Easy, man. 4, 5, 6, 7, 8, 9. മിക്കാറ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ നേരെ നിലത്ത് ഇറങ്ങുമ്പോ 55. Come on. Ready? 1, 2, ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമുണ്ട്. 3, 4, 5, 6. 7. Good. പോട്ടെ. 8. Good. Stop. Okay. Failure. 20. ഇങ്ങനെ എത്ര സെറ്റ് ഉണ്ട്? ഇങ്ങനെ എത്ര Finish. സെറ്റ് കഴിഞ്ഞില്ലല്ലേ? 3 സെറ്റ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ തന്നെ നടക്കാൻ. 3, 4. Good. 11. 4. ഈസി. 19. Come on. 5 more. 1, 2. Come on. 3, 4, 5. Come on. 6, 7. Easy. 8, 9. Easy. Last one. Okay. Finish. കാലാക്കിയ സത്യം പറഞ്ഞാൽ ഇത്ര നേരം വർക്കൗട്ട് ചെയ്തിട്ട് ഇവന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. സെറ്റല്ലേ? അതിലൊടിഞ്ഞു വീഴും. ഇപ്പൊ തന്നെ കാല് മടക്കുമ്പോഴത്തേക്ക് വളഞ്ഞു ഫ്രണ്ടിന് മാത്രം കളിച്ചിട്ടുള്ളൂ. സെറ്റല്ലേ? ബെഞ്ചസ് നോർമൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതന്നെ ബെഞ്ചസ് ചെയ്യണല്ലേ? ഏതാണ് ടാസ്ക്? അയ്യോ നോക്കാം. ഇഷ്ടമല്ലാത്ത വർക്കൗട്ടാണ് വൃത്തിയായിട്ടുണ്ട്. മസിൽ പിടിക്കും ഇത് ചെയ്യുമ്പോ പെട്ടെന്ന്. ആംസ്ട്രിങ് പിടിക്കും. ഓക്കെ. ഇതിന്റെ എക്സ്പ്രഷൻ ഒളിച്ചിരിക്കുന്ന എവിടാന്നറിയോ? താഴെ ക്യാമറ അടിയെന്ന് ഇറങ്ങണം ഷൂട്ട്. കറക്റ്റ് മുഖത്ത് ഇടുന്നത്. ക്യാമറ വെച്ചിരിക്കണം. ഓ 20 നല്ല രീതിയിൽ 20, 25, 30 ഫോം മൈൻഡ് ഗൈസ്. അങ്ങനെ ചെയ്യാം. 1, 2, 3. ഒളിഞ്ഞു ടൈം ആവുമ്പോ ഞാൻ വരാം. എനിക്ക് കൊള്ളാനുള്ളതാണേ. അത് 10 മതിയായിരുന്നു. കഴിഞ്ഞ പൊന്തണല്ലേ? ഓക്കെ, ആദ്യം 10 ഇട്ടാ മതിയായിരുന്നെങ്കിൽ 20 തീർന്നാനെ പോകുന്നത്. ഫസ്റ്റ് 20 ഇട്ട്. അത് സാധാരണ അങ്ങനെ ഇടല്ലാണ്. അയ്യോ 6. Okay, come on. 7. 15. Okay. Oh. What the?
ഞാനിത് മടിച്ചിട്ടെ ഇപ്പൊ ചെയ്യലേ ഇല്ല ഈ സാധനം. ഹാംസ്ട്രിങ്ങോ ഇതോ ബാക്കുകളോ? ഞാൻ ആദ്യം ചെയ്യാ റൊമേലിന്റെ ഉണ്ടല്ലോ അതാ ചെയ്ത. നാക്കിലൊന്നും വരുന്നതും ഇല്ല, പുല്ല് നാക്കൊക്കെ കുഴയുന്നു. ഇത്ര ആത്മാർത്ഥമുള്ള ക്യാമറമാനെ എനിക്ക് ലെഗ് വരാൻ കറക്റ്റ് ഇതെല്ലാം ഷൂട്ട്. അവൻ കഴിഞ്ഞിരിക്കുക. നിനക്ക് ഏതായിരുന്നു ഇന്ന് ലെഗായിരുന്നാ? ആ അപ്പൊ നമ്മുടെ ക്യാമറമാനും ലെഗ് തന്നെ, നമ്മുടെ ചെക്കൻ ലെഗ് തന്നെ ആയിരുന്നു കേട്ടാ. അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത 25 രൂപ നമുക്ക് രണ്ടാമത്തെ സെറ്റ് മസിൽ പിടിക്കും തോന്നുന്നു. കഴിഞ്ഞില്ലേ? മസിൽ പിടിക്കട്ടെ, ഇത് അടുത്ത വർക്കൗട്ട് ചെയ്യാൻ മസിൽ പിടിക്കും. കാഫ് ഇവിടെ കയറി പിടിക്കുന്നതാ. ആ ഇത് കാഫിനാണ് കൂടുതലും അല്ല കൈസ കാലൊക്കെ വയ്യ. ഇതല്ല നിക്കട്ടോ എന്റെ കൂടെയാണ് കൈസ്. ഓക്കേടാ കഴിഞ്ഞ സബീല് വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല ഇനി കഴിയാവുന്ന തോന്നില്ലേ? നമ്മളിത് ഇപ്പൊ കഴിയും. നീ റൊമേരിന്റെ ലിഫ്റ്റ് ഇല്ല. ആ കമോ ഈസി. 1 2 3 ലാസ്റ്റ് വൺ 2. ഓക്കേ ഈസി ഈസി. ഓ കൈസാ അച്ഛാ ഇത്ര പെട്ടെന്ന് തീരണ്ടായിരുന്നു തോന്നുന്നു. പതുക്കെ 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 ചെയ്യാല്ലേ. എന്റെ ഈ മുട്ടിന്റെ ചിരട്ടക്കൊക്കെ ഒരു വേദന. എന്റെ നല്ല ലോഡായില്ലേ? ഞാൻ ഷോർട്സ് ഇടാൻ വിട്ടുപോയി. ഇന്നലെ കറക്റ്റ് കാലിന്റെ രീതിയൊക്കെ ഒന്ന് അറിയായിരുന്നു. ഷോർട്സ് ഒക്കെ ടൈറ്റ് ആയിട്ടോ? ഷോർട്സ് ടൈറ്റ്. ആ ഞാനത് നീ ആദ്യം വർക്കൗട്ട് തുടങ്ങുന്നതിന് തന്നെ നോക്കിയപ്പോ ലൂസായിരുന്നു. 2 ഗതയെടുത്ത് കാലി വെച്ചിരിക്കണം കണ്ട്. സെക്കൻഡ് ആക്ച്വലി ഇപ്പോ ബൾക്കിങ്ങിലാണ് കേട്ടോ. നീ എത്ര ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്? എന്തൊക്കെയാ അടിച്ചേ? ഞാൻ 6 ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. 6 സൗത്ത് ഇന്ത്യ ഫസ്റ്റ്, പിന്നെ മിസ്റ്റർ കേരള, മിസ്റ്റർ മലപ്പുറം. അപ്പൊ നമ്മളൊരു പ്രോ അത്ലറ്റിന്റെ കൂടെ നിലയിൽ പണിയെടുത്തോണ്ടിരിക്കും. ഇപ്പൊ ബൾക്കിങ്ങില്ല, ഞങ്ങളുടെ ഹൾക്കാണ്. ഹൾക്ക് ആ അംശം പിടിച്ചേ ഇത് ഇത്ര വലുതാ. ഓക്കെ, അടുത്തിലോട്ട് ലാസ്റ്റ് സെറ്റ് 30 കിലോ കേട്ടോ. Come on. 2 come on. 3 come on. Come on. 4 come on. 9 come on. Come on. Come on. Come on. Come on. Come on. 10 come on. 2 more. 2 more. 2 more. 2 more. 2 more. Come on. Come on. Come on. Come on. Come on. Last one. Last one. Last one. Last one. Last one. Come on. Come on. Come on. Come on. Come on. Come on. Okay, Joel. Okay, stop it. Okay. 50. ഓക്കെ, പിന്നെ ഫസ്റ്റ് 20, സെക്കൻഡ് 30, ഇപ്പോൾ തേർഡ് സെറ്റ് 50 കിലോ ആണ് കേട്ടോ. ഓക്കെ, കമോൺ ഈസി. കമോൺ 6 7 8 9 10. 2 more. Easy. One more. Last up. Easy. ഓക്കെ, നമ്മുടെ 5 വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇടണം. ലാസ്റ്റ് വർക്കൗട്ട് പ്ലസ് സ്ട്രെച്ചിങ് ഉണ്ട്. റൊമേരിന്റെ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ കാർഡിയൽ സ്ട്രെച്ച് ചെയ്യാം. വെള്ളം ലിറ്റർ കണക്കിന് ഇറങ്ങുന്നുണ്ട് കേട്ടാ. ഒഴുകല്ലേ മേത്തുന്നേ. ആ സീരിയസ്ലി ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അത്ര വിയർക്കത്തില്ലെന്ന് വേറൊരു വർക്കൗട്ടിൽ കേട്ടാ. നല്ല വിയർക്കും. എന്തെങ്കിലും സ്ട്രെച്ചിങ് എല്ലാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ആർഡിയിലോട്ട് പോകും. കാരണം ആർഡിയിൽ എനിക്ക് നല്ല ഇവിടെ ലോഡാവും. ഞാൻ സീരിയസ്ലി ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കൗട്ടുകളുണ്ടല്ലോ, സ്ഥിരം ചെയ്യുന്ന സ്ക്വാട്ടും എക്സ്റ്റൻഷനും മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഇതുവരെ ചെയ്ത ഒന്നും ഞാൻ ചെയ്തില്ല. ബാക്കി അല്ലാതെ ചെയ്യുന്നത് ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ ആർഡിയിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ കാണിച്ചു തന്നതിന് ശേഷം ഫസ്റ്റ് സ്ക്വാട്ട് ചെയ്യും, രണ്ടാമത് ലെഗ് പ്രസ് ഞാൻ ഇവിടെ ഒരു പെയിൻ വന്നപ്പോൾ നിർത്തി. പിന്നെ നേരെ എക്സ്റ്റൻഷൻ ചെയ്യും, മൂന്നാമത്തെ ആർഡിയിൽ ചെയ്യും, നാലാമത്തെ കാപ്പും ചെയ്തിട്ട് ഞാൻ വിടും.
അതാണ് നിലവിൽ എത്ര പ്രതീക്ഷിച്ചില്ല. പൊയ്ക്കൊണ്ടിരുന്നത്. ഇത്ര ആവുമെന്ന് വിചാരിച്ചില്ല. മര്യാദക്കൊക്കെ ചെയ്തോണ്ടിരുന്നിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാണ്ട് പോയാൽ നമുക്ക് കാലം വയ്യേ. അതല്ലേ മാസ്റ്റർ അഡ്മിഷനായിട്ട് പോയിരിക്കുക. മീൻസ് അഡ്മിഷന് പുതിയൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പോയിരിക്കുക. ആളില്ലാഞ്ഞ കാര്യം എല്ലാവരും തോടടിച്ച് പഴിപ്പിച്ച് അടിച്ചടിച്ച് പഴിപ്പിച്ചേരാ. ഹാംസ്ട്രിങ് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കാം. ഓക്കെ, നാളെ സമയത്തിന് പണിക്കും കയറണം. നാളെ ലീവ് പറഞ്ഞാൽ ലീവാക്കി ഐശ്വര്യം എന്നെ അടിച്ചു വരും. അങ്ങനെയുണ്ട്. വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി മര്യാദയ്ക്ക് പണിക്കോളാം. ഗൈസ് ആകെ പൊളിഞ്ഞിരിക്കണ സത്യം ബ്രോ. അവിടെ കാണിച്ചോടെ തീരായി ബ്രോ. ആദ്യമായിട്ട് എങ്ങനത്തെ വർക്കൗട്ടൊക്കെ ചെയ്യണം. സത്യം. ലിസ്റ്റിൽ ഇല്ലാത്തൊക്കെ കാൽമുഖ കയറ്റിക്കണു. പുതിയ ട്രാക്ക് ട്രാക്കൊക്കെ കയറിയിട്ടുണ്ട്. അതിന്റെ പറ്റാണ്. നെക്സ്റ്റ് നമുക്ക് റൊമേരിയൻ ഡെഡ് ലിഫ്റ്റ്. അടുത്ത നമുക്ക് റൊമേനിയൻ പോവാം. കൂടണ പുതിയ അതിഥിയൊക്കെ ഉണ്ട് നമുക്ക്. അതിന്റെ പേര് പറയും. നീ മുക്കുന്നൊക്കെ എന്തിന്? ഞാനൊക്കെ മുക്കുന്ന എന്തോരം കിടക്കുന്നത്. മുഹമ്മദ് ഇർഫാൻ. അതിലല്ലേ യൂഫിന്റെ അനിയനല്ലേ? അനിയനാണ്, യൂഫിന്റെ അനിയനാണ്. ഇവന്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടാ? നാളെ നമുക്ക് മാക്സ് ഫിറ്റിന്റെ റീലായിട്ട് ഇറക്കാം. റീല് വരും. ഒരു അഡ്മിഷൻ കൂടെ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടെ. നെക്സ്റ്റ് ഡെഡ് ലിഫ്റ്റ്, റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്. അത് വഴി റൊമേനിയൻ 10 എടുക്കാം അല്ലേ? കറക്റ്റാണോ? ഫോം നോക്കണേ. വേണ്ട, എത്ര മതിയായിരുന്നു. ഓ, എന്റെ കാലിന് ബലം കിട്ടണില്ല കേട്ടോ. അടിക്കാനുള്ള പരിപാടിയാണ്. അല്ല, ബെഞ്ചാണ്. നല്ല സ്ട്രെച്ചിങ് കേട്ടോ അത്യാവശ്യം. ഇതിന്റെ മേലേക്കാണ്. കാലിന് അത്രയും ബലം കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടാ. ചിലപ്പോ താഴെ വീഴും. കാല് ഫുള്ള് കയറ്റി വെക്കട്ടെ. ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. കമോ. ഓക്കെ അല്ലേ? കാലിന് ബലം കിട്ടുന്നില്ല. ഇനി അഞ്ചുണ്ടോ? അഞ്ചാണ് കൂടി. രണ്ടുപോലെ. Come on. Last one. Okay. അടിച്ചോളൂ. ഓക്കെ. ഇത് ലാസ്റ്റേ ചെയ്തോരം പൊസിഷൻ കറക്റ്റ് ആവുന്നില്ല. കാരണം കാലിന് ജീവനില്ല. കമോ ഈസി. 1 2 Come on. Yes. Last one. Yeah, good. സെറ്റ്. ഇത് 3 സെറ്റ് ആണോ അല്ലേ? 3 സെറ്റ്. അടുത്ത 12.5. വേണ്ട, ഇത് മതി. എന്ന് പറയുന്ന ഇതാണ്. കയ്യാ നേരത്തെ ഒരു 5, 1, 6, good. 10, last one. Good. One more. സെറ്റ്. സപ്പോർട്ട് ഉണ്ട്, പക്ഷെ എന്നാലും ലാസ്റ്റ് ആയപ്പോഴത്തെ തീർന്നു കേട്ടോ. സിറ്റിംഗ് ഓഫ് ചെയ്യാം. എന്തായാലും കാഫ് കുറക്കണ്ട. അതും കൂടെ ചെയ്തിട്ട് കാഫ് കൂടെ ചെയ്യാം. നീ കയറിക്കോ. ഡ്രോപ്പ് സെറ്റ് വേണ്ട, നോർമൽ 3 സെറ്റ് ചെയ്യാം. അത് മതി. ഡ്രോപ്പ് സെറ്റുള്ള പരിപാടി നിർത്തിയിട്ടപ്പോ ഇവിടെ പോട്ടെ. ഈസി. അങ്ങോട്ട് പോകാനാവുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വെയിറ്റ്.
15. ആ ഒരു ക്ലോസപ്പ് എടുക്കും. ക്ലോസപ്പ് എടുക്കും. ഓ ആ വെയിറ്റിംഗ് കൂട്ടുക. കൂട്ടല്ലേ? ഓക്കെ കൂട്ട് കൂട്ടാ. പോവും. ഒരൊറ്റ സെറ്റും കൂടി. One more. Yeah, come on. അതിന് ആ വളയുന്നോണ്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? ആ ബെഞ്ച് കൊടുക്കണം. ബെഞ്ച് കൊടുത്തിട്ട് ഇത് നടുവിന് വരും. Come on. 6. Good. Three more. Come on. 3 more. One easy. Okay. 2. last one. Last one. Set. Easy. Good. Yeah, set. എത്ര റുപ്യ വേണം? 15. റെസ്റ്റ് ഇല്ല, അപ്പൊ തന്നെ മാറ്റി ചെയ്യാം അല്ലേ? മൊത്തം അപ്പോൾ 45 വരും. 3-നും 15 ചെയ്യണം അല്ലേ? ഓ ഇങ്ങനല്ലേ ഫസ്റ്റ്? പാർട്ടിനും 15 വെച്ച്. 7, 8 ഇങ്ങനെ. ഫ്രണ്ട് ക്രോസ് ചെയ്യാം. ഓക്കെ. ഓ ചത്ത്. അല്ലേ തീർന്ന ഡ്രോപ്പല്ലേ ഇതിപ്പോ? സ്ട്രെച്ചിങ് ഉണ്ടല്ലേ? കഥം കറക്റ്റ് ആ പാർട്സ് ഒക്കെ ഇങ്ങനെ എടുത്തെറിയുന്നു. ബൾക്കിങ്ങിലായിട്ടും സെറ്റായിട്ട് ഇറങ്ങുന്നു. യാവി പോസ് ഡ്രോപ്പ് സെറ്റാണ് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. സ്ട്രെച്ചിങ് ഉണ്ട്. സ്ട്രെച്ചിങ് ഇല്ലാതെ മുന്നോട്ട് പോകാനില്ല. സ്ട്രെച്ച് ഇല്ലാത്ത പരിപാടിയില്ല. ഓ ഇവിടെ വലിയുന്നു. എണ്ണുന്നില്ലേ? അല്ല ഇടയിൽ എണ്ണം കാണുന്നില്ല. എണ്ണുന്നില്ല. കറക്റ്റ് ക്ലോസാ. മതി കാലൊടി. കരയാതിരിക്കുക. കാഫ് കിട്ടുന്നുണ്ട്. മതി. ഇതൊക്കെ ഇനി പോകണ്ട. ഇത് സീന. ഓക്കെ അല്ല സീനെന്ന് പറഞ്ഞു. ഓക്കെ പക്ഷെ ഇത് ഇറങ്ങിയാറില്ല കേട്ടോ. കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നു. ഗ്ലൂട്ട്സ് സ്ട്രെച്ച് വലിയുന്നുണ്ട്. കുണ്ടി പോച്ച്. നെക്സ്റ്റ് ഓപ്പോസിറ്റ്. ഈ 14 ലോകം 1 ലക്ഷം കോട്ടിലൂടെ തിരിഞ്ഞു നടക്കണം അല്ലേ? അയ്യോ അയ്യോ ഇതൂടെ ഗരുഡനാ പറക്കണാണ്. കഴിഞ്ഞു. എണീക്കുവിൻ. ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. നേരത്തെ ആ ചെയ്തതിന്റെ ആ ഒരു വേദനയൊക്കെ കുറെ മാറി കണക്കുണ്ട്.
അതാണ് അത് must ആണ്. ഹൈലൈറ്റ്. കേറുമ്പോഴുള്ള വീടില്ല, ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ വീണു. ഓക്കെ ആ ഓക്കെ ഓക്കെ. കാപ്പ് ഒന്നും കൂടെ ആ വന്നിട്ടുണ്ട്. അയ്യോ ഫസ്റ്റ് എടുക്കും. ലഞ്ചസ് മാറ്റിയത് കാര്യമായി കേട്ടോ. അതൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ കിടക്കായിരുന്നു. ഞങ്ങള് പോലെ അപ്പോ ഇന്നത്തെ നമ്മുടെ അവിടുത്തെ കലാപരിപാടികൾ തീർന്നിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ഇറങ്ങാണ്ട് അതെന്താണെന്ന് അറിയത്തില്ല. കാരണം ആരോഗ്യം പോയിട്ട് ലെഗ് ആണെന്ന് അറിയാം. അറിയാമല്ലോ കറക്റ്റ്. ഓക്കെ, അപ്പോ വൈബ്രേഷൻ നമ്മുടെ ജിമ്മിലെ ഞാൻ വ്ളോഗിങ് തുടങ്ങിയിട്ട് ജിമ്മിലെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എന്താ പറയണ്ട ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഞാൻ മാസ്റ്ററിൻ്റെ അടുത്ത് സിനാൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ചലഞ്ച് വീഡിയോ വരുന്നുണ്ട്. ചെറിയ എന്നുവെച്ചാൽ നമ്മുടെ ജിം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ചലഞ്ച് വീഡിയോ. അപ്പോൾ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്തായാലും നമുക്ക് നല്ല നല്ല സൂപ്പർ എല്ലാവർക്കും എൻ്റർടൈൻ ആവാൻ പറ്റുന്ന രീതിയിലുള്ള വ്ളോഗ്സ് കാര്യങ്ങൾ വരും അല്ലേ മാസ്റ്റർ? തീർച്ചയായിട്ടും. അപ്പോൾ പുതിയ വ്ളോഗ് ഇനി ഉണ്ടാവും. അപ്പോൾ ചലഞ്ച് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ചലഞ്ച് വീഡിയോസ് ആയിരിക്കും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഉടനെ അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്ന് പോസ് ചെയ്തോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ വൺസ് അഗെയിൻ നമ്മുടെ ക്യാമറമാൻ ഒന്ന് പോസ്റ്റ് ചെയ്തോ. ഇവന് ലെഗ് ഡേ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ആപ്സ് കാണിച്ചിട്ടോ. ആപ്സ് കാണിച്ചിട്ട് ഓക്കെ. സെറ്റ് ഓക്കെ. ആള് കുറച്ചാളെ റെസ്റ്റിലാണ്. അതിന്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോ ഓക്കെ, GNC കട്ടിങ്സ് ചെറുതായി ഉണ്ടാവുള്ളൂ, ബൾക്ക് ആയതുകൊണ്ട്. ഓക്കെ, എനിക്ക് നല്ല ലോഡായി. കയറുമ്പോഴേ ഇറങ്ങാറുള്ളൂ, ഇറങ്ങുമ്പോ തുള്ളിച്ചാടി ഇറങ്ങാം. പക്ഷെ എനിക്ക് ആ സ്ട്രെച്ച് ചെയ്തേലേ ഒരുപാട് ഓക്കെ ആയി. അതുകൊണ്ടാണ് ആ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇറങ്ങി ഇവിടെ എത്തും. ഓക്കെ ബൈ.